നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയുന്നത് എന്നൊരു എനർജി അവരുടെ കാര്യത്തിൽ എത്താറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക നിങ്ങൾ ആൾക്കാരോട് അവരെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. കാരണം ആ പറയുന്നതിന് ആധാരമായിരിക്കും ഫ്യൂച്ചറിൽ ഈ ഒരു ക്രഷ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണോ വേണ്ടയോ എന്നൊരു ഡെസിഷൻ എടുക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ആൾക്കാർക്ക് എനിക്ക് ഇവിടെ കാണുന്നത് ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനും നിങ്ങളെ അവരുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നിങ്ങളിൽ ആ ഒരു പ്ലാൻ ഫലിക്കുന്ന പോലുള്ള വൈബ്രേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ അവർ നിങ്ങളുടെ അടുത്തേക്ക് പല ട്രിക്കും പ്രവർത്തിപ്പിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രഷുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ ഡിറ്റാച്ച് ആയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഇനിയും കാണാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും മുകളിലേക്ക് വരാനുള്ള ഒരു ചാൻസസ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതുപോലെ ഗൈസ്, നിങ്ങളുടെ ക്രഷിനെ അട്രാക്ട് ചെയ്യാനാണെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കാർണേലിയൻ ബ്രേസ്ലെറ്റ് ഇടാം. അത് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടി കോൺഫിഡൻസ് ഉള്ളതുപോലെ അവരിൽ കാണിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ജെമിനി അക്വയറസ് ലിബ്ര എനർജിയിൽ അവർ എന്തൊക്കെയോ പ്ലാൻസ് നടത്തുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ട്രിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വഴികളും പ്ലാൻസും ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് എല്ലാവരോടും അവർ നല്ല എനർജിയിലാണ് എന്ന് കാണിച്ച് നിങ്ങളുടെ മുന്നിൽ അത് അവർ വന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടാക്കുന്നത് പോലെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് അവരെ നിങ്ങളുടെ മുന്നിൽ നല്ലതാകാൻ ചുറ്റുമുള്ളവരെ പ്രഷറൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർ നിങ്ങളുടെ മനസ്സിൽ അവരുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സെറ്റ് ആയാൽ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്ലാനിങ് ഇതിനകത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. എക്സ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ 100% പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് പോലെ എനിക്കതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സണിൽ നിന്ന് തീരെ ഡിറ്റാച്ച് ആയി പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സന്റെ നെയിം കേൾക്കുക, എനർജി കേൾക്കുക, ഫ്രണ്ട്സ് ഈ ഒരു പേഴ്സണിന് വേണ്ടി ഈ ഒരു പേഴ്സണോട് ഇഷ്ടം കൂടാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യുക, ഇങ്ങനത്തെ എനർജിയിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെല്ലുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രഷ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്നോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇയാളൊരു ഹോപ്പ് വെച്ചിട്ടുണ്ട്. സ്റ്റാർ കാർഡ് കണ്ടോ, ഹോപ്പ് വെച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകും, ഇത് വർക്ക് ചെയ്താൽ നിങ്ങളെ അവർക്ക് കീഴടക്കാൻ സാധിക്കും, നിങ്ങൾ അവരെ മനസ്സിലാക്കും, അവർക്ക് നിങ്ങളോട് താല്പര്യം തീർച്ചയായിട്ടും ഭാവിയിൽ ഉണ്ടാകും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങളുടെ ക്രഷ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ അവരുടെ പ്ലാനും ഇമോഷനുമായിട്ട് എനിക്ക് കാണുന്നത്. ഇനി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ട്രൂ ലവ് ആണോ ഉള്ളത്, അതോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ടൈം പാസ് എനർജി ആണോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതൊരു സ്റ്റേബിൾ കണക്ഷനിൽ കൊണ്ടുപോകാനാണോ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അതോ ജസ്റ്റ് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മീറ്റ് ചെയ്യുക പിന്നെ പോവുക അങ്ങനത്തെ കണക്ഷൻ ആണോ? ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഫയർ എനർജി ഉണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് മെറ്റീരിയലിസ്റ്റിക് എനർജിയിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം അഡിക്റ്റഡ് ആണ്. അതായത് ഈ പേഴ്സണ് ഫെയിം വേണം, അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു